വിത്തൊക്കെ നടുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഒരു സെക്ഷൻ ഫുള്ള് തിക്കാനും നടക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ 80 സെൻറ്റ് ഗ്യാപ്പ്. അതുപോലെ തന്നെ 10 ദിവസം മുമ്പ് നമസ്കാര സുഹൃത്തുക്കളെ, കുവൈത്തിൽ ചൂടുകാലം കഴിഞ്ഞ് തണുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഈ ഒരു സമയത്ത് പുറത്ത് കൃഷികൾ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ചോളമാണ് നടുന്നത്. സ്ഥലങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നടുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കമ്പനീൻ്റെയാണ് നമ്മൾ വിത്ത് നടുന്നത്. ഒരു പാക്കിൽ ഏകദേശം 5000-ഓളം വിത്ത് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡ്രിപ്പർ ടു ഡ്രിപ്പർ ചോളത്തിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം 40 സെൻറ്റി ഡിസ്റ്റൻസ് ആണ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം 80 സെൻറ്റി ഡിസ്റ്റൻസ്, അതിനുശേഷം പിന്നെയും 40 സെൻറ്റി ഡിസ്റ്റൻസ്. ഈ 80 സെൻറ്റി ഇടുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ മരുന്നടിക്കാൻ നടക്കാൻ വേണ്ടിയിട്ടും കള പറിക്കാൻ വേണ്ടി നടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് 80 സെൻറ്റി ഗ്യാപ്പ് ഇടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഡ്രിപ്പർ ടു ഡ്രിപ്പർ, അതായത് ഒരു ചോളത്തിൻ്റെ തൈയിൽ നിന്ന് അടുത്ത ചോളത്തിൻ്റെ തൈയിലേക്കുള്ള ഡിസ്റ്റൻസ് 40 ഇത് 60 സെൻറ്റി വെച്ച് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. നമ്മൾ 40 വെച്ചാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടൂൾസ് നമുക്ക് ഉണ്ടാക്കിയെടുത്തതാണ്. കാരണം വിത്ത് നടാൻ വേണ്ടിയിട്ട്, ഹോള് ചെയ്യാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തീർക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ചെയ്തെടുത്താൽ കേട്ടോ. ഇതുപോലെ ഒരാൾ ഹോള് ഇട്ട് പോവും. ഒരു ഡ്രിപ്പറിന് നമ്മൾ 2 ചോളത്തിൻ്റെ തൈകളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചോളത്തിൻ്റെ വിത്ത് നട്ട് കൊടുക്കും ഒരു ട്രിപ്പറിൽ 2 എണ്ണം വെച്ച്. ഇതുപോലെ ഒരാൾ മുമ്പ് ഹോൾ ഇട്ടിട്ട് പോകും, അതിൻ്റെ പിറകാലെ വേറൊരാൾ വിത്തിട്ടിട്ട് പോകും. വിത്തിട്ട് മൂടി. നമ്മുടെ കൂടെ ഏകദേശം 7 പണിക്കാരുണ്ട് കേട്ടോ. അവരൊന്നും വീഡിയോയിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് കാണിക്കാത്തത്. വിത്തൊക്കെ നടുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഒരു സെക്ഷൻ ഫുള്ള് തീർത്തിരിക്കണം. അതുകൊണ്ടാണ് ഏകദേശം 5 മണിയൊക്കെ ആകുമ്പോൾ പുറത്തിറങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കാരണം 11 മണിയൊക്കെ ആകുമ്പം ഒരുപാട് വെയിൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്കിത് നട്ട് തീർക്കും. ഒരു ലൈനിൽ നമുക്ക് 94 ഡ്രിപ്പർ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു സെക്ഷനിൽ ഏകദേശം 21,000 വിത്തുകൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇട്ട് തീർക്കേണ്ട ആവശ്യം. വിളവെടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സെക്ഷൻ 1, 2, 3, 4 അങ്ങനെ 4 സെക്ഷനായിട്ട് ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഇത് 3ാമത്തെ സെക്ഷനാണ് ഇപ്പോൾ വിത്ത് നടുന്നത്. ഈ കാണുന്നത് ഫസ്റ്റ് സെക്ഷനാണ്, അതായത് 20 ദിവസം മുമ്പ് നമ്മൾ നട്ട സെക്ഷനാണ് ഈ കാണിക്കുന്നത്. ഓരോ സെക്ഷനും നടുമ്പോൾ 10 ദിവസത്തെ ഡിസ്റ്റൻസ് കൊടുത്തിട്ടാണ് കേട്ടോ നടുന്നത്. കാരണം നമുക്കിതിൽ മരുന്നടിക്കാനും കള പറിക്കാനും ഒക്കെ ഉള്ളൊരു സമയം, ഒരുമിച്ച് നടുകയാണെങ്കിൽ എല്ലാത്തിലും കൂടെ ഒരുമിച്ച് മരുന്നടിക്കേണ്ട ആവശ്യം വന്നാൽ നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും തീരില്ല. ഇത് കണ്ടോ, ഇതുപോലെ തന്നെ നമ്മൾ ഡ്രിപ്പറിൽ ചെയ്ത ഒരു ഡ്രിപ്പറിൽ 2 എണ്ണം വെച്ച് 40 സെൻറ്റി ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 80 സെൻറ്റി ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് ഇതുപോലെ മരുന്നടിക്കാനും നടക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ 80 സെൻറ്റി ഗ്യാപ്പ്. അതുപോലെ തന്നെ 10 ദിവസം മുമ്പ് നട്ട സെക്ഷനാണിത്. അതായത് ഫസ്റ്റ് സെക്ഷൻ 20 ദിവസം മുമ്പ് നട്ടു, സെക്കൻഡ് സെക്ഷൻ 10 ദിവസം മുമ്പ് നട്ടു, അതിനുശേഷം തേർഡ് സെക്ഷൻ ഇന്നാണ് നമ്മൾ നടുന്നത്. ഏകദേശം 10 ദിവസം കഴിഞ്ഞതിന് ശേഷം തേർഡ് സെക്ഷൻ നട്ടു. ഈ ഒരു ടൈം വെച്ചാൽ നമുക്ക് പണിക്കാർക്കും എളുപ്പമാണ് കള പറിക്കാനും. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോ